ചൂടാക്കിയ US ഇറാൻ യുദ്ധം പരിസമാപ്തിയിലേക്കെന്ന് സൂചന. സമാധാന കരാർ 24 മണിക്കൂറിനുള്ളിൽ ഒപ്പുവയ്ക്കുമെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. ഈ സൈനിങ്ങിനുള്ള തയ്യാറെടുപ്പുകളാണ് നടക്കുന്നത് എന്നും ഷഹബാസ് ഷെരീഫ് പറഞ്ഞു. വിശദാംശങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് അഗസ്റ്റ് സെബാസ്റ്റ്യൻ ചേരുന്നു. സെബാനെ, പലവട്ടം ഈ ധാരണയിലെത്തുന്നു, യുദ്ധം അവസാനിപ്പിക്കുന്നു എന്നൊക്കെ ട്രംപ് പറഞ്ഞിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം പോലും പറഞ്ഞു. എന്നാൽ അതിന് പിന്നാലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങൾ ദ്രുതഗതിയിൽ നടക്കുന്നു എന്ന വാർത്തകളും ഉണ്ടായിരുന്നു. ഇപ്പോൾ മധ്യസ്ഥരായ മീഡിയേറ്റേഴ്സായ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് പോലും ഇങ്ങനെ ഒരു വിവരങ്ങൾ വരുമ്പോൾ ഒരു ശുഭസൂചനയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ടോ? ഒരു അന്ത്യത്തിലേക്ക് എത്തുന്നുണ്ടോ യുദ്ധം? തീർച്ചയായും സേതു, മറ്റ് അട്ടിമറികളൊന്നും സംഭവിച്ചില്ല എങ്കിൽ ഇതിപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പോലെ ഈ ഇറാൻ US ഇസ്രായേൽ യുദ്ധം പരിസമാപ്തിയിലേക്ക് എത്തും, വളരെ പെട്ടെന്ന് എത്തും എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. നമുക്കറിയാം, പാകിസ്ഥാനാണ് ഈ യുദ്ധത്തിൽ ഒരു വലിയ മീഡിയേഷൻ നിർവഹിച്ചത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഷഹബാസ് ഷെരീഫ് പറയുന്നത് അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഈ ഡീൽ സൈൻ ചെയ്യും. തുടർന്ന് ഒരു സാങ്കേതിക തലത്തിലുള്ള ഒരു ചർച്ച ഉണ്ടാവും. ഇത് നേരത്തെ ട്രംപും ഇന്നലെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇന്നലെ ഇക്കാര്യം പറഞ്ഞിരുന്നു. അതായത് ഈ വീക്കെൻഡോട് കൂടി തന്നെ ഈ കരാറിലേക്ക് എത്തും എന്ന നിലയ്ക്ക് പറഞ്ഞിരുന്നു. ഇന്ന് അബ്ബാസ് അറാക്ചി, ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചിയും ഏതാണ്ട് ഇക്കാര്യമൊക്കെ തന്നെ സ്ഥിരീകരിക്കുന്ന രീതിയിൽ ഒരു എക്സ്പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൻ്റെ മീഡിയേറ്റേഴ്സ് ആയിട്ടുള്ള പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തന്നെ ഇപ്പോൾ ഒരു എക്സ്പോസ്റ്റിലൂടെ അറിയിക്കുന്നു വളരെ പെട്ടെന്ന് തന്നെ, അതായത് 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഒരു ഡീൽ സൈനിങ് ഉണ്ടാകും. അപ്പോഴും ഈ നിൽക്കുന്ന ഒരു സംശയം ഉപാധികളുമായി ബന്ധപ്പെട്ടുള്ളതാണ്. കാരണം ഇതിനു മുൻപ് പലവട്ടം ധാരണയിലേക്ക് എത്തുന്നു എന്ന് പറഞ്ഞ് വാർത്തകൾ വരികയും ഇപ്പോൾ അമേരിക്കയിൽ നിന്നുള്ള സംഘം ഇറാനിലേക്ക് വരികയും പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ അവിടെ യോഗങ്ങളൊക്കെ നടക്കുകയും ഒക്കെയും ചെയ്തതാണ്. പക്ഷെ അപ്പോഴും ഉപാധികളുടെ കാര്യത്തിലായിരുന്നു 2 രാജ്യങ്ങളും തമ്മിൽ ഈ കരാറിലേക്ക് അന്തിമമായി എത്താതിരുന്നത്. ഹോർമൂസ് ഒരു കേന്ദ്ര ബിന്ദുവായി ഇപ്പോഴും നിലനിൽക്കുകയും ചെയ്യുന്നു. അപ്പം ഈ ഒരു ഘട്ടത്തിൽ ധാരണകൾ പൂർണ്ണമായും ഇറാൻ അംഗീകരിച്ചു, അതല്ലെങ്കിൽ ഇറാനു മേൽ വഴങ്ങുന്നു അമേരിക്ക. ഏത് രീതിയിൽ വ്യാഖ്യാനിക്കണം? നമുക്ക് മനസ്സിലാകുന്നത് ഒരു 15 പോയിന്റാണ് അടങ്ങുന്ന നിർദ്ദേശങ്ങളാണ് അമേരിക്ക ഇറാന് മുന്നിൽ വെച്ചിട്ടുള്ളത്. അതായത് ഇതിൽ ഏറ്റവും സുപ്രധാനമായ കാര്യം, കഴിഞ്ഞ ഒരു 36 മണിക്കൂറുകൾക്കകത്തെ ഇരുപക്ഷത്തെയും പ്രധാനപ്പെട്ട ആളുകൾ, അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ടുള്ള ആളുകൾ നടത്തിയിട്ടുള്ള പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, പ്രസ്താവനകളൊക്കെ തന്നെ പരിശോധിച്ചാൽ മനസ്സിലാകുന്നത്, അമേരിക്ക ഇറാൻ്റെ തുറമുഖങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഉപരോധം അവസാനിപ്പിക്കും. പകരമായി ഇറാൻ ഹോർമുസ് തുറക്കും. അതായത് അമേരിക്കയുടെ ഏറ്റവും വലിയ ആവശ്യം, ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം, ഇറാൻ്റെ ആണവായുധ നിർമ്മാണത്തിനായിട്ടുള്ള എൻറിച്ച്ഡ് യുറേനിയം, സമ്പുഷ്ടീകരിച്ച യുറേനിയം അവിടുന്ന് എടുത്ത് അമേരിക്കയ്ക്ക് കൈമാറുകയോ അല്ലെങ്കിൽ ഒരു 3ാം കക്ഷിക്ക് കൈമാറുകയോ ചെയ്യുക എന്നതാണ്. ഇക്കാര്യത്തിലും ഒരു പക്ഷേ ഇറാൻ വഴങ്ങിയിട്ടുണ്ടാവാനാണ് സാധ്യത. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇറാൻ്റെ മിസൈൽ പ്രോഗ്രാം വെട്ടിച്ചുരുക്കുക. അതായത് അതിൻ്റെ പരിധി വെട്ടിച്ചുരുക്കി അതിൻ്റെ പ്രഹരശേഷി കുറയ്ക്കുന്ന രീതിയിൽ അതിനെ മാറ്റിയെടുക്കുക എന്നീ കാര്യങ്ങളാണ് ഇറാന് മുന്നിൽ വെച്ചിട്ടുള്ളത്. ഇതിന് പകരമായി ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ്റെ കയ്യിലുള്ള ട്രംപ് കാർഡ് എന്ന് പറയുന്നത് നമുക്കറിയുന്നത് പോലെ ഹോർമുസ് കടലിടുക്ക് അടച്ച നടപടിയാണ്. അതായത് ലോകത്തെ ആകെ തന്നെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടത് ഈ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഇന്ധന ചരക്ക് ഗതാഗതം, കപ്പൽ ഗതാഗതം നിലച്ചതോടുകൂടിയാണ്. അപ്പോൾ ഏതായാലും ഈ തരത്തിലുള്ള ഒരു ബാർഗെയിനിങ് ആണ് നടന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഇറാൻ സ്റ്റേറ്റ് മീഡിയ പ്രചരിപ്പിച്ചത് അമേരിക്കയുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളായ ഇറാൻ്റെ ആണവ ആയുധ പദ്ധതി ഉപേക്ഷിക്കുക, ഒപ്പം തന്നെ മിസൈൽ പ്രോഗ്രാമിനെ സംബന്ധിച്ചുള്ള അതിൽ വെട്ടിച്ചുരുക്കൽ നടത്താൻ തയ്യാറാവുക എന്നീ കാര്യങ്ങൾ ഓഫ് ദ ടേബിളാണ്. അതായത് അത് ആ ചർച്ചയിൽ നിന്ന് മാറ്റി US ഒരു വഴങ്ങുന്ന തരത്തിലാണ് വന്നത് എന്നത് സ്റ്റേറ്റ് മീഡിയ പറയുകയും, തൊട്ടു പിന്നാലെ ഡൊണാൾഡ് ട്രംപ് തൻ്റെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിലൂടെ വലിയ രീതിയിൽ രോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഇറാൻ മീഡിയയ്ക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതികരണം നടത്തുന്നു. തൊട്ടു പിന്നാലെ ഇന്നലെ രാത്രിയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി പറയുന്നത്, മീഡിയ ഇക്കാര്യത്തിൽ സ്പെക്കുലേഷൻസ്, ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുന്നത് അവസാനിപ്പിക്കണം എന്ന തരത്തിൽ അദ്ദേഹം ഒരു എക്സ്പോസ്റ്റ് ഇട്ടതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന് കിട്ടിയിട്ടുള്ള ഈ സാമ്പത്തിക രീതിയിൽ
രീതിയിൽ കിട്ടിയ ഏറ്റവും വലിയ അടി അതിൻ്റെ തുറമുഖങ്ങൾക്കെതിരായിട്ടുള്ള ഉപരോധമാണ്. തിരിച്ച് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഹോർമുസ് തുറന്നു കിട്ടുക എന്നത് വലിയ അത്യാവശ്യവുമാണ്.